നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ചാനൽ 3tയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അധികമൊന്നും മുഖവര ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ യാത്ര. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന സായിപ്പുമാരുടെ ആലപ്പുഴ. ആലപ്പുഴയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് വിനോദസഞ്ചാരികൾ വരുന്നത്. ഒന്ന്, കായൽ യാത്ര ആസ്വദിക്കാനും, രണ്ട്, നല്ല ഉഗ്രൻ ചെത്തുകളിലും ഒപ്പം ഷാപ്പിലെ രുചികൾ അറിയാനും. MC റോഡിലെ ട്രാഫിക് ബ്ലോക്കൊക്കെ താണ്ടി ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ സ്പോട്ടിലെത്തി. ഞങ്ങൾ വന്ന വണ്ടി പാർക്ക് ചെയ്ത് ബോട്ടിനടുത്തേക്ക് പോവുകയാണിപ്പോൾ. ഇതാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹൗസ് ബോട്ട്. അല്പം ശ്രമകരമായി തന്നെ സൈഡ് സ്റ്റെപ്പ് വഴി ഉള്ളിലേക്ക് കയറുകയാണ്. ഇനി അല്പം ബോട്ടിൻ്റെ അകം കാഴ്ചകൾ കാണാം. ഇതാണ് ഇതിൻ്റെ കിച്ചൺ. അതിനു വശത്തായി ഈ കാണുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം. ഇതിന് അടുത്ത് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. പിന്നെ വരുന്നത് ഈ സ്റ്റെയർ കേസ് മുകൾ ഡെക്കിലേക്ക് പോകാനുള്ളതാണ്. അവിടെയാണ് ഡൈനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം വരുന്നതാണ് ലിവിങ് റൂം. ലിവിങ് റൂമിന് മുന്നിലായിട്ടാണ് നമ്മുടെ കപ്പിത്താൻ ഇരിക്കുന്നത്. ധാരാളം ആളുകൾ ദിവസേന വന്നു പോകുന്ന ആലപ്പുഴ വന്നവരെയൊക്കെ വീണ്ടും വീണ്ടും ഇവിടേക്ക് ആകർഷിക്കാൻ മിടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ബോട്ട് സാരഥി. ഇദ്ദേഹം ബോട്ട് റിവേഴ്സ് ചെയ്ത് കായലിലേക്ക് ഇറക്കുകയാണ്. ആലപ്പുഴയിൽ ഏതുതരം ആളുകൾക്കും കായൽ യാത്ര ആസ്വദിക്കാനുള്ള വകുപ്പുണ്ട്. കുറച്ച് ലക്ഷറി യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഹൗസ് ബോട്ടുകളും ശിക്കാര ബോട്ടുകളും കൂടാതെ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാനായി കേരള സർക്കാരിൻ്റെ യാത്രാ ബോട്ടുകളും ലഭ്യമാണ്. കുടുംബവുമായി യാത്ര ചെയ്യുന്നവർക്കും ഹണിമൂൺ ആഘോഷിക്കുന്നവർക്കും പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഹൗസ് ബോട്ടുകൾ. ചെലവ് അല്പം കൂടുമെങ്കിലും കായലോളങ്ങളിൽ ചാഞ്ചാടി ആലപ്പുഴയുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ രുചിച്ചുകൊണ്ടുള്ള യാത്ര ഒരിക്കലും മറക്കാനാവില്ല. അത്തരത്തിലുള്ള ഒരു ബോട്ടിലെ യാത്രയാണ് ഇന്നത്തെ സ്പെഷ്യൽ. രാവിലെ 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത ഞങ്ങളെയും കൊണ്ട് ബോട്ട് ഓളങ്ങളെ കയറി മുറിച്ചുകൊണ്ട് മുന്നോട്ടെടുക്കുകയായി. വൈകുന്നേരം 5 മണി വരെയുള്ള ഒരു കായൽ യാത്രയ്ക്കായി. കരയിൽ നിന്നും കായലിലേക്ക് ഇറങ്ങുമ്പോൾ തലങ്ങും വിലങ്ങും സഞ്ചാരികളുമായി പോകുന്ന ഹൗസ് ബോട്ടുകളും ശിക്കാര ബോട്ടുകളും യാത്രാ ബോട്ടുകളും ഒക്കെയാണ് കാഴ്ചയിൽ. ആലപ്പുഴയിലും പരിസരത്തുമായി ധാരാളം ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുട്ടനാടൻ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. ഇതുവരെ കാണാത്ത പ്രകൃതിയുടെ പുത്തൻ കാഴ്ചകൾ കണ്ട് കായലിൻ്റെയും കായലോളങ്ങളുടെയും ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കുട്ടനാടിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള യാത്ര. കായലിൻ്റെ ഇരുവശവും നിരന്നു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും ഗ്രാമീണ ജീവിതങ്ങളും ഒക്കെ സമ്മാനിക്കുന്ന അപൂർവ കാഴ്ചകൾ. രാവിലെ 11 മണിക്ക് നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിൻ്റ് അടുത്ത് നങ്കൂരമിട്ടിരുന്ന ഞങ്ങളുടെ ബോട്ട് പുന്നമട, മുഹമ്മ, കോയിപ്പുറം എന്നിവ ചുറ്റി 5 മണിക്ക് പുറപ്പെട്ടിടത്ത് തന്നെ തിരിച്ചെത്തിച്ചേരുന്ന തരത്തിലാണ് ഈ ട്രിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്.
ഓക്കെ സാർ. തിരിച്ചു ചെയ്യുക. യാത്രക്കിടയ്ക്ക് ഇവിടെ ഞങ്ങളുടെ ബോട്ട് നിർത്തി. ഉച്ചഭക്ഷണത്തിലുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ കൊഞ്ചും ഞണ്ടും അങ്ങനെയുള്ള കായൽ മത്സ്യങ്ങൾ വാങ്ങുന്നതിനായി. തടി കൊണ്ടുള്ള പൊതിഞ്ഞെട്ടുകൾക്ക് മുകളിൽ പനമ്പ് മേഞ്ഞ മേൽക്കൂരയോട് കൂടിയ പരമ്പരാഗത കെട്ടുവള്ളങ്ങളാണ് ഇത്തരം ഹൗസ് ബോട്ടുകൾ. ഹൗസ് ബോട്ടുകളിൽ ഒരു നല്ല ഹോട്ടലിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നന്നായി സജ്ജീകരിച്ച കിടപ്പുമുറികൾ, ആധുനിക ടോയ്ലറ്റുകൾ, സുഖപ്രദമായ സ്വീകരണ മുറികൾ, അടുക്കള, ബാൽക്കണി എന്നിവ ഉണ്ടാകും. ഹൗസ് ബോട്ടുകളിൽ ഒരു തുഴക്കാരനും പാചകക്കാരനും ഉൾപ്പെടുന്നു. ഒരു മണിയായപ്പോൾ ഭക്ഷണത്തിനായി ഇവിടെ ബോട്ട് അടുപ്പിച്ചിരിക്കുകയാണിപ്പോൾ. അടിപൊളി നാടൻ ഫുഡ്, കരിമീൻ പൊരിച്ചതും കൊഞ്ച് ഫ്രൈയും ഒക്കെയായി ഒരു ലക്ഷറി ലഞ്ച് കഴിച്ച് കുട്ടനാടൻ ഗ്രാമത്തിൻ്റെ മണവും പാടങ്ങളും ചെറുവരമ്പുകളും തോടുകളും തെങ്ങുകളും കരിക്കും പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കുട്ടനാടൻ സൗന്ദര്യ കാഴ്ചകളിലേക്ക് യാത്ര തുടർന്നു വീണ്ടും. ഈ കാഴ്ചകൾ വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമാണ്. വിദേശികൾ നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്നത് ഇതൊക്കെ കൊണ്ടുതന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ഹൗസ് ബോട്ടാണിത്. ഭക്ഷണത്തിന് ഉൾപ്പെടെയുള്ള ചാർജായി 16,000 രൂപയാണ് ഈ യാത്രയ്ക്ക് അവർ ഈടാക്കിയത്. ആലപ്പുഴയുടെ കായൽ സൗന്ദര്യം ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്ത് ആസ്വദിക്കാൻ പറ്റിയ സമയം ഡിസംബർ, ജനുവരി മാസങ്ങളാണ്.
എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ കായൽ യാത്രയെ കുറിച്ച് ഒരു 2 വാക്ക്? പ്രത്യേക അനുഭൂതിയാണ്. ഈ കായലിൽ എത്ര ബോട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? 1200ഓളം ബോട്ടുണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കൽ കൂടെ? തീർച്ചയായും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? എങ്ങനെയുണ്ടായിരുന്നു ബോട്ട് യാത്ര? എങ്ങനെയുണ്ട്? വളരെ മനോഹരമായ യാത്ര, കായൽപ്പരപ്പിലൂടെയുള്ള യാത്ര എത്ര രസകരം. ബോട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എൻജോയ് ചെയ്തോ? പിന്നെ നല്ലോണം എൻജോയ് ചെയ്തു. എവിടെ ജോലി ചെയ്യുന്നേ? ഞാൻ സൗദി അറേബ്യയിൽ. സൗദി അറേബ്യയിൽ എവിടെ? സൗദി അറേബ്യ അൽക്കോബാറിൽ. ഹൗസ് ബോട്ട് നേരെ പിന്നെ നീന്താനറിയാവോ? നീന്താൻ അറിയത്തില്ല, വെള്ളത്തിൽ വീണാ നീന്തും. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ കരുത്തനാക്കുന്നത്. വെള്ളത്തിൽ വീണാൻ എങ്ങനെയാണ് നീന്തിക്കുക, അതാണ് ഉപയോഗിച്ചത്. എൻ്റെ പേര് ഷാജി. ഇവിടെ തന്നെ വീട്. ഇവിടെ തന്നെ വീട്. എത്ര വർഷമായില്ല? 24 വർഷം ഹൗസ് ബോട്ട് ഫീൽഡ് ഞാൻ വർക്ക് ചെയ്ത ഇതിന് ലൈസൻസ് ഒക്കെ വേണം. സ്രാഗിന് ലൈസൻസ് വേണം, പിന്നെ കുക്കിന് ലൈസൻസ് വേണം. 3 പേർക്ക് 2 യഥാർത്ഥത്തിൽ 2 പേർക്ക് മതി. അത് ഒരു ലാസ്കറും ഒരു സ്രാങ്കുമാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സ്രാങ്കും ലാസ്കറിന് പകരം കുക്കായിട്ട് തന്നെയാണ്. അത് പുള്ളിക്ക് 2 അറിയാം. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ലൈസൻസ് ഉണ്ട്. ലൈസൻസ് വേണമെന്നുള്ളത് മസ്റ്റായിട്ടും വേണം. അങ്ങനെ ഓരോ വർഷം റിന്യൂ ചെയ്യണം അതോ? വേണ്ട, അത് 3 വർഷം കൂടി നിങ്ങൾ ചെയ്താൽ മതി. 1 വർഷം. അതിന് മുന്നേ എവിടെയായിരുന്നു? അതിന് വേറെ ബോട്ടിലേക്കാണ്, പിന്നെ ഹോട്ടൽ മാനേജ് കഴിഞ്ഞ് ഹോട്ടലിലേക്കാണ്. അപ്പൊ ഈ ഫുഡ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഇവിടെ തന്നെ ഉണ്ടാവും. നന്നായിട്ട് അത് ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ചെയ്യുന്നത്? അതൊക്കെ രാവിലെ നിങ്ങൾ ബുക്ക് ചെയ്തോ? അപ്പോഴാണ് നമുക്ക് വിളിച്ചോളൂ. എനിക്ക് നൈറ്റ് ഉണ്ട്. നൈറ്റ് ഉണ്ടോ? നൈറ്റ് ഉണ്ട്. നിങ്ങൾ അറിയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടാണ് നടത്താൻ. പേരെന്തുവാ? രതീഷ്. ഓക്കെ താങ്ക് യു. ഇവിടെ അടുത്ത് നമ്മളിൽ ഒരു 10-12 മിനിറ്റോളം ഓടണം അങ്ങോട്ട്. നമ്മൾ കറണ്ട് എടുക്കുന്ന അടുത്തില്ലാണ് അവിടെ വരും. അവിടെ സ്റ്റേ. പിന്നെ രാവിലെ 6:30 എടുത്ത് 1 മണിക്കൂർ ക്രൂയിസും കൊടുത്ത് 7:30 ആകുമ്പോൾ ഇവിടെ വന്ന് പിടിക്കും. 9 മണിക്ക് ചെക്കൗട്ടാവും. തിരികെ യാത്ര അവസാനിപ്പിക്കാനുള്ള യാത്രയിൽ ഈ സൈഡിൽ കാണുന്നതാണ് സായി പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റലും പരിശീലന കേന്ദ്രവും. കായലിൽ കയാക്കിംഗ് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാവിയുടെ ഭക്തനായ കുട്ടികളെയും പിന്നിട്ട് നമ്മുടെ ഹൗസ് ബോട്ട് മുന്നോട്ട് പോവുകയായി. സന്ധ്യയായാൽ ഹൗസ് ബോട്ടുകൾ കായലിലൂടെ സഞ്ചരിക്കാൻ അനുമതിയില്ല. ആ സമയത്ത് നല്ലൊരു കടവ് നോക്കി അവർ ബോട്ടടിപ്പിക്കും. ഈ സമയം സഞ്ചാരികൾക്ക് ബോട്ടിൽ നിന്നുകൊണ്ട് കായലിൻ്റെ രാത്രി സൗന്ദര്യവും കാറ്റും ആസ്വദിക്കാം. കൂടാതെ അതിരാവിലെ ബോട്ട് കെട്ടിയിരിക്കുന്ന കരയിലൂടെ പ്രഭാത സവാരി നടത്താനും സാധിക്കും. എന്നാൽ ഞങ്ങൾ ആ പാക്കേജല്ല ഈ ബോട്ടിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തിരികെ എത്തിച്ചിരിക്കുകയാണ്. മനസ്സും ശരീരവും കുളിപ്പിച്ച കാൽ യാത്രയുടെ ചൊല്ലി ചാനൽ 3യുടെ സഞ്ചാരം തുടരുകയാണ്.